വാതിൽക്കിൽ നിന്നും നീണ്ടു വന്ന കയ്യിൽ തിളക്കമുള്ളൊരു സ്റ്റീൽ വിലങ്ങ്. അതിനു പിന്നിൽ തീ പിടിച്ചതുപോലെ എസ് ഐ ധർമ്മരാജന്റെ മുഖം. മൂർത്തി! ലെനിൻ അലറി വിളിച്ചു. ആ വിളിയിൽ തന്നെ മൂർത്തിക്ക് അപകടം മണത്തു. റാന്തൽ വിളക്ക് അണയ്ക്കാൻ ഭാവിച്ച അയാൾ പെട്ടെന്ന് തിരി കൂടുതൽ നീട്ടിക്കൊണ്ട് വെട്ടിത്തിരിഞ്ഞു. അടുത്ത നിമിഷം അകത്തേക്ക് ഒരു ചുവടുകൂടി വെച്ചു എസ് ഐ ധർമ്മരാജൻ. അയാളെ കണ്ട് മൂർത്തി കിടുങ്ങിപ്പോയി. റാന്തൽ വിളക്ക് മേശപ്പുറത്ത് വെച്ചിട്ട് മൂർത്തി ലെനിൻദാസിനെ നോക്കി. ഒറ്റ നിമിഷം കൊണ്ട് ചോര ഉൾവലിഞ്ഞതുപോലെ വിളറി തളർന്നു നിൽക്കുകയാണ് അവൻ. ഇരുവരും പുറത്തേക്ക് ഓടാതിരിക്കാൻ കരുതലോടെ വാതിൽ നിറഞ്ഞാണ് ധർമ്മരാജന്റെ നിൽപ്പ്. ആ നിൽപ്പിലെ അയാൾ ഇരുവരെയും പരിഹാസത്തോടെ നോക്കി. നീയൊക്കെ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ഈ രാത്രി തന്നെ പൊക്കണമെന്നുള്ളത് എന്റെ വാശിയായിരുന്നടാ. അയാൾ വിലങ്ങൊന്നു കുലുക്കി. അതിൽ നിന്നും ചിലമ്പിച്ച ഒരു ശബ്ദമുണ്ടായി. നല്ല പുതുപുത്തൻ വിലങ്ങായത്. ആദ്യമായി ഈ ആഭരണം അണിയിക്കുന്നത് നിന്നെപ്പോലെ തന്തയ്ക്ക് പിറക്കാത്തൊരു തേർഡ് റേറ്റ് സ്കൗണ്ടറിനെ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ധർമ്മരാജൻ ക്രൂരമായി ചിരിച്ചു. ലെനിൻദാസ് മിടയിറക്കി. പതുക്കെ പതുക്കെ ധൈര്യം സംഭരിക്കുകയായിരുന്നു അവൻ. മിസ്റ്റർ ഇൻസ്പെക്ടർ, നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതൊക്കെ വഴിയെ പിടികിട്ടിക്കോളും. നാളെ മന്നവൻ ചോലയിലെ ചെക്ക് ഡാം തുറന്നുവിട്ട് വെള്ളം ഒഴുക്കി കളയുമ്പോൾ അതിനുള്ളിൽ ഒരു നിധി ഉണ്ടാവും. അപ്പോൾ ഈ കൈവിലങ്ങ് നിനക്ക് കൊലക്കായറായി മാറും. ഉച്ചിയിൽ ചുറ്റിക കൊണ്ട് ഒരടിയേറ്റതുപോലെ പിടഞ്ഞുപോയി ലെനിൻ. സുനന്ദ എന്ന പെണ്ണിന്റെ ഒരു പിടി തലമുടി കാന്തല്ലൂരെ ശർക്കരപ്പാറയിൽ നിന്ന് എനിക്ക് കിട്ടിയത് എങ്ങനെയെന്ന് ഈ രാത്രി തന്നെ നീ എനിക്ക് പറഞ്ഞു തരികയും ചെയ്യും. ധർമ്മരാജൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കി വിളിച്ചു. സക്കറിയ! ഇരുളിൽ നിന്നിരുന്ന ASI സക്കറിയ മുറിയിലേക്ക് വന്നു. അയാളെ കണ്ടപ്പോൾ ലെനിന് അല്പം ആശ്വാസം തോന്നി. ധർമ്മരാജൻ വിലങ്ങ് അയാൾക്കു നീട്ടി. ലെനിന്റെ വലങ്കൈ, മൂർത്തിയുടെ ഇടങ്കൈ, രണ്ടുപേർക്കും കൂടി ഇതൊരെണ്ണം മതി. സർ! സക്കറിയ വിലങ്ങ് വാങ്ങിക്കാൻ മടിച്ചു. പിടിക്കടോ! അതൊരാജ്ഞയായിരുന്നു. സക്കറിയ പെട്ടെന്നത് വാങ്ങി. എന്റെ സ്റ്റേഷനിൽ നിന്നോട് കൂറു പുലർത്തുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇയാളെ മാത്രം ഒപ്പം കൂട്ടിയത്. ധർമ്മരാജൻ ലെനിനെ നോക്കി പറഞ്ഞു. നിന്നെ വിലങ്ങണിയിക്കുന്നത് ഇയാൾ തന്നെ ആയിരിക്കണമെന്നും എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സക്കറിയ, ടേക്ക് ഹിം. മടിയോടെയാണെങ്കിലും സക്കറിയ മുന്നോട്ട് നീങ്ങി. ലെനിൻദാസിന്റെ ഭാവം മാറിയത് പെട്ടെന്നാണ്. ധർമ്മരാജ, താൻ കളിക്കുന്നത് ലെനിൻദാസിനോടാണെന്ന് മറക്കണ്ട. എന്റെ കയ്യിൽ വിലങ്ങണിയിക്കുന്ന നീ അനുഭവിക്കും. ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തിൽ തനിക്കുള്ള ആയുസ് ഇനി അധികമുണ്ടാവില്ല. തമാശ കേട്ടതുപോലെ ധർമ്മരാജൻ പൊട്ടിച്ചിരിച്ചു. അത് ശ്രദ്ധിക്കാതെ ലെനിൻ തുടർന്നു. MLA ഗോപിദാസിന്റെ മകനാണ് ഞാൻ. ഈ മണ്ഡലത്തിൽ എന്റെ അച്ഛൻ അറിയാതെ, സമ്മതിക്കാതെ ഒന്നും നടക്കത്തില്ല, അറിയാമല്ലോ. പിന്നെ ധർമ്മരാജൻ മീശയിലൊന്ന് തടവി. ഈ മണ്ഡലത്തിന്റെ മൊത്തം പ്രശ്നങ്ങളും നിന്റെ അപ്പന്റെ തലയിലല്ലേ ഇരിക്കുന്നത്? എടാ, അപ്പൻ MLA ആണെന്ന് കരുതി അതിന്റെ തഴമ്പൊന്നും നിന്റെ ചന്തിയിൽ കാണുകയില്ല. സഖറിയ! വിളിയുടെ അർത്ഥം മനസ്സിലാക്കി അയാൾ ലെനിന്റെ വലതു കൈയിൽ പിടിച്ചു. ചീ, വിടടോ! ലെനിൻ സഖറിയുടെ കൈ തട്ടി മാറ്റി. അവന്റെ കണ്ണുകൾ വൈരപ്പൊടി വീണതുപോലെ തിളങ്ങി. ഒറ്റ കുതിപ്പിൽ ധർമ്മരാജൻ അവന്റെ മുന്നിലെത്തി. ഉറയിൽ നിന്നും റിവോൾവർ എടുത്ത് അതിന്റെ ബാരൽ ലെനിന്റെ നെറ്റിയിൽ കുത്തി അമർത്തി. പോലീസുകാരന്റെ കൈ തട്ടുന്നോടാ? ലെനിന്റെ ശരീരത്തിലുണ്ടായ വിറയൽ റിവോൾവറിലൂടെ തന്നെ ധർമ്മരാജൻ തിരിച്ചറിഞ്ഞു. അയാൾ നെറ്റിയിൽ നിന്നും റിവോൾവർ താഴേക്ക് കൊണ്ടുവന്നു. മൂക്കിൻ തുമ്പിൽ, പിന്നെ ചുണ്ടുകൾക്ക് മീതെ, അവസാനം തൊണ്ടക്കുഴിയിൽ അമർന്നു നിന്നു. ഞാൻ ഈ കാഞ്ചി ഒന്ന് വലിച്ചാൽ വെള്ളത്തിൽ കുമിള പൊട്ടുന്നത് പോലെ നിന്റെ പ്രാണൻ അങ്ങ് പോകും. നിന്നെ പോലുള്ള ഒരു പേപ്പട്ടിയെ കൊല്ലുന്നതിൽ എനിക്കൊട്ടും കുറ്റബോധമുണ്ടാകില്ലടാ. അതിന് എന്ത് ശിക്ഷ കിട്ടിയാലും ഞാൻ അങ്ങ് സഹിക്കും. ധർമ്മരാജന്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. ലെനിൻ കുടുകുടെ വിയർത്തു. സക്കറിയ! ധർമ്മരാജൻ വിളിച്ചു. ASI പിന്നെ ഒട്ടും ആമാദിച്ചില്ല. ലെനിന്റെ വലതു കൈയിൽ വിലങ്ങിട്ടു. പിന്നെ തിരുമൂർത്തിയെ നോക്കി. ഇങ്ങോട്ട് വാടാ. ഒട്ടും മടിക്കാതെ തിരുമൂർത്തി അടുത്തെത്തി ഇടതുകൈ നീട്ടി. അതിലും വിലങ്ങ് വീണു. പുറത്തൊരു കാറ്റ് ആഞ്ഞു വീശി.
കരിമ്പോലകൾ കൂട്ടിയുരയുന്ന ശബ്ദം. സഖറിയയുടെ കയ്യിൽ നിന്നും വിലങ്ങിന്റെ കീ വാങ്ങി ധർമ്മരാജൻ പോക്കറ്റിലിട്ടു. നടക്ക്. ധർമ്മരാജ, ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, മര്യാദയ്ക്ക് ഈ വിലങ്ങഴിച്ചു മാറ്റിക്കോ. പകരം നിങ്ങൾ ചോദിക്കുന്നത് എന്ത് ഞാൻ തരാം. ഇവിടെ വെച്ച് നമുക്കൊരു കോംപ്രമൈസിലെത്താം. എന്തു കോംപ്രമൈസ്? നീ തരുന്നത് വാങ്ങി പോക്കറ്റിലിട്ടിട്ട് നിനക്ക് എന്ത് തോന്നിയാസവും കാണിക്കാനുള്ള പിന്തുണ തരണം ഞാൻ, അല്ലേ? നടക്കില്ല ലെനിൻ. എല്ലാ ഒത്തുതീർപ്പുകളുടെയും അപ്പുറം എത്തിക്കഴിഞ്ഞു നീ. സക്രിയ ധർമ്മരാജനോട് എന്തോ പറയാൻ ഭാവിച്ചു. പക്ഷേ അയാളുടെ കത്തുന്ന നോട്ടത്തിനു മുന്നിൽ സക്രിയയുടെ നാവ് മരവിച്ചുപോയി. നടക്ക്. വാ മൂർത്തി. ലെനിൻ ധൈര്യത്തോടെ വാതിൽക്കിലേക്ക് നടന്നു. ഏറിയാൽ സ്റ്റേഷനിൽ എത്തും വരെ കാണും ഈ വിലങ്ങ്. പക്ഷേ 10 മിനിറ്റ് പോലും നമ്മളെ ലോക്കപ്പിൽ കിടത്താൻ അയാൾക്ക് കഴിയില്ല. അതിന് നിന്നെയൊക്കെ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ആര് പറഞ്ഞു? കൊണ്ടുപോകും. അത് പക്ഷേ നേരം വെളുത്തിട്ട്. അതിനു മുമ്പ് നിന്നെ കൊണ്ട് പറയിക്കേണ്ട സത്യങ്ങൾ ഈ ധർമ്മരാജൻ പറയിപ്പിച്ചിരിക്കും. ദേ, ഇത് കണ്ടോ? ധർമ്മരാജൻ പോക്കറ്റിൽ നിന്ന് ഒരു സെൽഫോൺ എടുത്തു കാട്ടി. ഇത് സഖറിയുടെ ഫോണാ. നിങ്ങൾക്ക് വേണ്ടി ഇതിൽ നിന്ന് ഒരു കോളും ഒരിടത്തേക്കും പോകില്ല. ലെനിൻ അമ്പരപ്പിൽ സഖറിയെ നോക്കി. അയാളുടെ തല കുനിഞ്ഞു. ഞങ്ങൾ പെട്ടുകഴിഞ്ഞെന്ന് ലെനിൻ ഉറപ്പായി. വരാൻ പോകുന്ന ഇലക്ഷനിൽ തന്റെ ഭാവി. സങ്കടവും രോഷവും ഒന്നിച്ചുണ്ടായി അവന്. എടോ ധർമ്മരാജ, തനിക്ക് ഇനിയും ആലോചിക്കാൻ സമയമുണ്ട്. എടുത്തു ചാടി അവിവേകം കാട്ടണോ? എന്റെ ഈ വിലങ്ങഴിക്കാനുള്ളവർ തനിക്ക് മുകളിലുണ്ട്. അവരെ കൊണ്ട് ഞാൻ ഇത് അഴിപ്പിക്കും. അത് നടക്കുന്ന നിമിഷം തന്റെ ഒരു ഓമന പെങ്ങളുണ്ടല്ലോ, അവൾ എന്റെ കയ്യിൽ കിടന്ന് ഞെരിഞ്ഞമരും. ലെനിൻ വെല്ലുവിളിച്ചു. ലെനിനാണ് ഞാൻ, പറയുന്ന പോലെ ചെയ്യുന്നവൻ. ധർമ്മരാജന് ആകെ പെരുത്തു കയറി. കൈ വീശി ഒറ്റയടി, പടക്കം പൊട്ടുന്ന ഒച്ച. പ്രകൃതി പോലും ഒരു മാത്ര നിശബ്ദമായതുപോലെ. സർ, സക്രിയയുടെ ചുണ്ടനങ്ങി. മിണ്ടരുത്. ധർമ്മരാജൻ കൈ ചൂണ്ടി. ആ ചെറിയ കെട്ടിടം തനിക്ക് ചുറ്റും ഒന്ന് കറങ്ങിയതുപോലെ തോന്നി ലെനിന്. ധർമ്മരാജ! അവൻ വായി തുറന്നപ്പോൾ പല്ലുകൾക്ക് ചുവപ്പു നിറം. 2 തുള്ളി ചോര ചുണ്ടിലേക്ക് ഇറ്റി വീണു. ഇരുവരെയും ജീപ്പിന്റെ പിൻസീറ്റിൽ കയറ്റി. സഖറിയയും ഒപ്പം കയറി. ധർമ്മരാജൻ ഡ്രൈവിംഗ് സീറ്റിലെത്തി. സ്വിച്ച് കീ തിരിഞ്ഞു. എഞ്ചിൻ മുരണ്ടു. ഗിയർ ലിവർ തെന്നി നീങ്ങി. കുതിച്ചു ചാടും പോലെ ജീപ്പ് മുന്നോട്ട് പാഞ്ഞു. കരിമ്പിൻ തോട്ടത്തെ വെളിച്ചം തൊട്ടൊഴിഞ്ഞു. കുന്നിനെ വട്ടം ചുറ്റി മെയിൻ റോഡിലേക്ക് പായുകയായിരുന്നു ജീപ്പ്. പെട്ടെന്ന് എതിർദിശയിൽ നിന്നും ചില പ്രകാശഗോളങ്ങൾ വെട്ടിത്തിരിഞ്ഞു വന്നു. ധർമ്മരാജൻ ബ്രേക്ക് പെഡലിൽ ആഞ്ഞു ചവിട്ടി. സക്രിയയും ലെനിനും തൊട്ടുമുന്നിലെ കമ്പിൽ ചെന്നിടിച്ചു. എതിരെ വന്ന വാഹനങ്ങളും ബ്രേക്കിട്ടു. ധർമ്മരാജൻ നോക്കി. 2 സുമോ വാനുകൾ. മുന്നിൽ കിടക്കുന്നത് കറുത്തത്, പിന്നിൽ വെളുത്തത്. അയാൾ തല പുറത്തേക്ക് നീട്ടി. സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. സുമോകളുടെ വെളിച്ചം കണ്ണിൽ പുളഞ്ഞിറങ്ങുകയാണ്. ലൈറ്റ് അണയ്ക്കടാ! ധർമ്മരാജൻ ഗർജിച്ചു. മറുപടിയായി കറുത്ത സുമോയുടെ ഡ്രൈവർ ഹോൺ നീട്ടിയടിച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ ആ ശബ്ദം മലമടക്കുകളിൽ പ്രതിധ്വനിച്ചു. റാസ്കൽ! ധർമ്മരാജൻ എഞ്ചിൻ ഓഫ് ചെയ്തിട്ടു. ലൈറ്റ് അണയ്ക്കാതെ റോഡിലേക്ക് ഇറങ്ങി. ലെനിന്റെയും മൂർത്തിയുടെയും മുഖം സന്തോഷം കൊണ്ട് തെളിഞ്ഞു. അവരെത്തി. ലെനിൻ പറയുന്നത് സക്രിയ കേട്ടു. ആരാ ലെനിൻ? അയാൾ തിരക്കി. കാണാൻ പോകുവല്ലേ സാറേ? പൂരം. സാറ് ചുമ്മാതങ്ങ് ഇരുന്നു കൊടുത്താൽ മതി. വേണമെങ്കിൽ ബ്രേക്ക് സമയത്ത് 2 അമുട്ടുകൾ പൊട്ടിച്ചോ. ഇപ്പോഴും സക്രിയയ്ക്ക് കാര്യം പൂർണ്ണമായും പിടികിട്ടിയില്ല. ധർമ്മരാജൻ സുമോയ്ക്ക് തൊട്ടു മുന്നിലെത്തി. ലൈറ്റ് അണയ്ക്കാനല്ലടാ പറഞ്ഞത്. അടുത്ത നിമിഷം 8 ഡോറുകൾ ഒരേ നിമിഷം തുറക്കപ്പെട്ടു. 2 വാഹനങ്ങളിൽ നിന്നായി 12 പേർ ഇറങ്ങി. ഡോറുകൾ ഒരുപോലെ അടഞ്ഞു. പടക്കം പൊട്ടുന്ന ഒച്ചയിൽ. ധർമ്മരാജന് അപകടത്തിന്റെ ചൂരടിച്ചു. അയാൾ റിവോൾവറിന് മീതെ കൈപ്പടം അമർത്തി. 12 പേരും സുമോയ്ക്ക് മുന്നിലെത്തി നിരന്നു നിന്നു. അവരുടെ നിഴലുകൾ അയാളുടെ മുഖത്തടിച്ചു. ആരാ നിങ്ങൾ? മര്യാദയ്ക്ക് വണ്ടി മാറ്റ്! ധർമ്മരാജൻ കൽപ്പിച്ചു. കൂട്ടത്തിൽ നേതാവെന്ന് തോന്നിക്കുന്നവൻ ധൈര്യത്തോടെ ധർമ്മരാജന്റെ തൊട്ടു മുന്നിലെത്തി. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം: ഞങ്ങളും സാറും ഈ മറയൂരിൽ വെച്ച് പല തവണ മുഖാമുഖം കണ്ടിട്ടുണ്ട്. പക്ഷേ പരിചയപ്പെടാൻ ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നെന്ന് മാത്രം. അയാൾ ഒരു തടിച്ച ബീഡിക്ക് തീ കൊളുത്തിക്കൊണ്ട് തുടർന്നു. ഞാൻ കണ്ടെയ്നർ സാബു. ഇവരൊക്കെ എന്റെ ശിഷ്യന്മാരാ.
ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടവരും സാറിന്റെ സ്റ്റേഷനിൽ ഫോട്ടോ ഉള്ളവരുമാ. പക്ഷേ 4 പേര് കാണുന്നിടത്ത് ഞങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കാൻ പോലീസുകാർക്ക് എന്തോ മടി. അതുകൊണ്ടാ സാറിന് ഞങ്ങളെ മനസ്സിലാകാതെ പോയത്. അയാളുടെ ആ കൂസലില്ലായ്മ ധർമ്മരാജനെ തെല്ലാം അമ്പരപ്പിച്ചു. സാബു തുടർന്നു. ആ ജീപ്പിലിരിക്കുന്ന തിരുമൂർത്തിയാ ഞങ്ങളുടെ എല്ലാം ഗുരു. ഗുരുവിനൊരാവശ്യം വന്ന ശിഷ്യന്മാർ ഓടിയെത്തേണ്ടേ? അതാ പെട്ടെന്ന് വന്നത്. പിന്നെ ലെനിൻ സാറ്, അദ്ദേഹമാ ഞങ്ങളുടെ ദൈവം. ഇപ്പോ സാറിന് കാര്യം ഏതാണ്ടൊക്കെ പിടികിട്ടി കാണുമല്ലോ. അമർത്തി മൂളിക്കൊണ്ട് ധർമ്മരാജൻ അയാളെ അടിമുടി നോക്കി. പാറ പോലെ ഉറച്ച ശരീരം, കണ്ണുകളിൽ ഒരു തരം നിർവികാര ഭാവം. ഇവനെ സൂക്ഷിക്കണമെന്ന് ധർമ്മരാജന്റെ മനസ്സ് പറഞ്ഞു. തിരുമൂർത്തിയെയും ലെനിനെയും രക്ഷിക്കാനാണ് ഇവർ വന്നിരിക്കുന്നത്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് എന്തിനാണെന്ന് സാറിനറിയാമോ? സാബു കൈലി ഒന്ന് അഴിച്ചുകൊടുത്തു. കയ്യിലെ സ്റ്റീൽ വള പിന്നോട്ടുറപ്പിച്ചു വെച്ചു. ഞങ്ങളിങ്ങനെ എന്തെങ്കിലും കാര്യം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് പിന്നെ അവർക്ക് മറ്റാരോടും പറയാൻ കഴിഞ്ഞിട്ടില്ല. ആ പറഞ്ഞതിൽ ഏതാണ്ട് ദുസൂചനയുണ്ടല്ലോടാ. ധർമ്മരാജൻ റിവോൾവറിൽ ഒന്നുകൂടി പിടിമുറുക്കി. ഉണ്ട് സാറേ, സത്യമായിട്ടും ഉണ്ട്. എന്നാലും സാറ് ഞാൻ ഒരു ഓഫർ അങ്ങോട്ട് വെക്കുക. അവരെ 2 പേരെ ഇങ്ങ് തന്നേര്. എന്നിട്ട് ഈ തണുപ്പത്ത് ക്വാർട്ടേഴ്സിൽ പോയി മൂടി പുതച്ച് കിടന്നുറങ്ങ്. കണ്ടെയ്നർ സാബു ബീഡി ഒന്നുകൂടി ആഞ്ഞു വലിച്ചിട്ട് കുറ്റി വിരലുകൾക്കിടയിൽ വെച്ച് ഒരു പ്രത്യേക രീതിയിൽ തെറിപ്പിച്ചു കളഞ്ഞു. അവരെ വിട്ടു തന്നില്ലെങ്കിലോ? ധർമ്മരാജൻ സാബുവിന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഞങ്ങള് 12 പേര്. പിന്നെ ഇപ്പം ജീപ്പിലിരിക്കുന്ന സക്കറിയ സാറും ഞങ്ങളുടെ കൂടെ നിൽക്കും. അപ്പോ മൊത്തം 13. ഞങ്ങളെ ജയിക്കാൻ സാറിനാവുമോ? കഴിവേടെ മോനെ, ഭീഷണിപ്പെടുത്തുന്നോടാ. എങ്കിൽ അവനെയൊക്കെ ഇറക്കിക്കൊണ്ടു പോകുന്നത് ഞാനൊന്ന് കാണട്ടടാ. പറഞ്ഞതും ധർമ്മരാജൻ റിവോൾവർ വലിച്ചെടുത്ത് കണ്ടെയ്നർ സാബുവിന്റെ നേർക്ക് ചൂണ്ടി. അതുകൊണ്ട് അയാൾ ഉറക്കെ ചിരിച്ചു. ഈ കളിപ്പാട്ടം കൊണ്ട് സാറിന് എത്ര പേരെ വീഴ്ത്താനാവും? 5 അതോ 6? ഞൊടിയിടയിൽ ധർമ്മരാജൻ മുന്നോട്ട് കുതിച്ചു. മിന്നൽ പോലെ അയാളുടെ മടക്കിയ കാൽമുട്ട് സാബുവിന്റെ അടിവയറ്റിൽ ഒരാഘാതം തീർത്തു. ആ! അയാളുടെ വായി പിളർന്നു പോയി. ആ നേരത്ത് സാബുവിന്റെ കഴുത്തിന് പിന്നിലേക്ക് ഇടം കൈ കടത്തി അയാളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ച് ധർമ്മരാജൻ റിവോൾവർ വായിലേക്ക് കുത്തി തിരികി. 5 6 ഒന്നും വേണ്ടടാ, എനിക്ക് നിന്നെ മാത്രം മതി. കണ്ടെയ്നർ സാബു പതറിപ്പോയി. അയാൾ എന്തോ പറയാനഞ്ഞു. പക്ഷെ റിവോൾവർ നാവിൽ അമർന്നിരിക്കുന്നതിനാൽ അസ്പഷ്ടമായ എന്തോ ശബ്ദമേ പുറത്തു വന്നുള്ളൂ. പാടത്ത് പണി, വരമ്പത്ത് കൂലി, അതാടാ എന്റെ രീതി. ധർമ്മരാജൻ ഗർജിച്ചു. എടുത്തു മാറ്റിനടാ നിന്റെയൊക്കെ വണ്ടികൾ. ഗുണ്ടകൾ എന്തു വേണമെന്നറിയാതെ പകച്ചു നിന്നു. മോനെ കണ്ടെയ്നറെ, നിന്നെ കൊല്ലാൻ ഞാനങ്ങ് തീരുമാനിക്കുക. പെട്ടെന്ന് കണ്ടെയ്നർ സാബു കൈകൊണ്ട് ഒരടയാളം കാട്ടി. ശിഷ്യന്മാർ വാഹനങ്ങൾ കയറി. ജീപ്പിലിരുന്ന് ഇതൊക്കെ കാണുകയായിരുന്ന ലെനിനും തിരുമൂർത്തിയും തല കുടഞ്ഞു. ഛേ! സുമോകൾ സ്റ്റാർട്ടായി. പിന്നോട്ട് മാറ്റ്. സുമോകൾ മെല്ലെ പിന്നോട്ട് നീങ്ങി. അടുത്ത നിമിഷം കറുത്ത സുമോ നിന്നു. പിന്നെ ഒറ്റ കുതിപ്പ് മുന്നോട്ട്. അത് തങ്ങളെ ഇടിച്ചു വീഴ്ത്തുമെന്ന് തോന്നിയതും കണ്ടെയ്നർ സാബുവുമായി ധർമ്മരാജൻ കരിമ്പിൻ തോട്ടത്തിലേക്ക് മറഞ്ഞു. ആ നിമിഷം ധാരാളമായിരുന്നു സാബുവിന്. അയാളുടെ ഉരുക്കുമുഷ്ടി ധർമ്മരാജന്റെ താടിയലിൽ ആഞ്ഞു പതിച്ചു. അരക്ഷണം കൊണ്ട് അവൻ റിവോൾവറും തട്ടിത്തെറിപ്പിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് ധർമ്മരാജൻ കുതിച്ചെണീറ്റു. റിവോൾവർ നോക്കി, കണ്ടില്ല. അത് കരിമ്പോലകൾക്കിടയിൽ എവിടെയോ മറിഞ്ഞിരുന്നു. സാബു വീണ്ടും ധർമ്മരാജനെ അടിച്ചു. അയാൾ ആ അടി തടഞ്ഞിട്ട് കയ്യിൽ പിടിച്ച് അവനെ വലിച്ചുയർത്തി റോഡിലേക്ക് മലർത്തി അടിച്ചു. അപ്പോഴേക്കും സുമോകളിൽ നിന്നും ഗുണ്ടകൾ വീണ്ടും പാഞ്ഞെത്തി. പൊരിഞ്ഞാടി. ഒരാൾ വടിവാൽ വലിച്ചെടുത്ത് വീശി. ധർമ്മരാജൻ താഴേക്ക് കുനിഞ്ഞു. തനിക്ക് മീതെ കൂടി നൂൽക്കനത്തിൽ ഒരു കാറ്റ് ചീറ്റിപ്പോയതുപോലെ ധർമ്മരാജൻ അറിഞ്ഞു. മുന്നിൽ നിന്നവനെ ഒറ്റ ചവിട്ടിന് സുമോയുടെ ബോണറ്റിലേക്ക് മലർത്തി ധർമ്മരാജൻ. പിന്നെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് തുരുതുറ ബോണറ്റിൽ 4-5 ഇടി. ബോണറ്റിന് മീതെ ചോര ചിതറി. പൊടുന്നനെ ഉരുക്ക് വളയം പോലൊരു കൈ ധർമ്മരാജന്റെ കഴുത്തിൻ പിന്നിൽ വീണു. കണ്ടെയ്നർ സാബു. അയാൾ അത് വിടുവിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. 2 പേർ ചേർന്ന് അയാളുടെ കൈകൾ പിന്നോട്ട് തിരിച്ചു കെട്ടി. ഒപ്പം കാലുകളിലും കെട്ടുവീണു. അവർ അയാളെ വലിച്ചു നീക്കി പോലീസ് ജീപ്പിലേക്ക് ചാരി നിർത്തി.
സക്കറിയ, അവരെ വിട്ടുകൊടുക്കരുത്, ധർമ്മരാജൻ വിളിച്ചു പറഞ്ഞു. തൊട്ടടുത്ത് ഒരു ചിരി കേട്ടു. ധർമ്മരാജൻ തലചെരിച്ചു. SI സക്കറിയ. എടോ താൻ! ധർമ്മരാജൻ മുന്നോട്ടാഞ്ഞു. പക്ഷേ ഗുണ്ടകൾ പിടിച്ചു നിർത്തി. സാർ ക്ഷമിക്കണം, ഞാൻ ഇവരുടെ കൂടെയാ, പറഞ്ഞുകൊണ്ട് അയാൾ SIയുടെ പോക്കറ്റിൽ കൈയിട്ട് വിലങ്ങിന്റെ കീ എടുത്തു. സക്കറിയ, താൻ പോടോ! അയാൾ ലെനിനെയും തിരുമൂർത്തിയെയും അഴിച്ചുവിട്ടു. ആഹാ! കൈകളൊന്ന് വീശിക്കൊടഞ്ഞുകൊണ്ട് അവരിരുവരും ധർമ്മരാജന്റെ മുന്നിലെത്തി. ലെനിൻ ആ വിലങ്ങ് തൂക്കി പിടിച്ചിരുന്നു. സാറിന്റെ ആഭരണം കൊള്ളായിരുന്നു, പറഞ്ഞതും അത് വീശി അവൻ ആഞ്ഞടിച്ചു ധർമ്മരാജന്റെ മുഖത്ത്. എത്ര നിയന്ത്രിച്ചിട്ടും അയാളുടെ അമർത്തിയ പല്ലുകൾക്കിടയിലൂടെ ഒരു രോദനം പുറത്തു ചാടി. ലെനിൻ വിലങ്ങ് തിരുമൂർത്തിയെ ഏൽപ്പിച്ചു. പിന്നെ ധർമ്മരാജന്റെ മുഖം ബലമായി പിടിച്ച് തിരിച്ചു നോക്കി. വിലങ്ങുകൊണ്ട് അടിയേറ്റ ഭാഗം അതേ ആകൃതിയിൽ ചതഞ്ഞ് ചോര പൊടിയുന്നു. എന്റെ വായിൽ ചോരയുടെ രുചി വരുത്തിയതല്ലേ കുറച്ചു മുമ്പ് നീ? ഇതും കൂടി ഇരിക്കട്ടെ എന്റെ സമ്മാനമായിട്ട്. ലെനിൻ കൈ ചുരുട്ടി അയാളുടെ നെഞ്ചിന് മധ്യത്തിൽ ആഞ്ഞടിച്ചു. തിര തള്ളി വരുന്നത് പോലെ ഒരു കവിൾ ചോര പുറത്തേക്ക് തെറിച്ചു. ആണാണിൽ എന്നെ അഴിച്ചു വിട്ടിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വാടാ, ധർമ്മരാജൻ വെല്ലുവിളിച്ചു. ഇത് സിനിമ ഡയലോഗ്, അത് വേണ്ട. ഒറ്റയ്ക്ക് വരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. മൂർത്തിയെ! ഓ! തിരുമൂർത്തി മുന്നോട്ട് വന്നു. ഈ ആഭരണം നമ്മളെക്കാൾ നല്ലതുപോലെ ചേരുന്നത് സാറിനല്ലേ? മൂർത്തിയുടെ കയ്യിലിരിക്കുന്ന വിലങ്ങിലേക്ക് ലെനിൻദാസ് കൈ ചൂണ്ടി. അതേ മുതലാളി. എങ്കിൽ അണിയിച്ചേരെ. അടുത്ത നിമിഷം കണ്ടെയ്നർ സാബുവും മറ്റൊരാളും ചേർന്ന് ധർമ്മരാജന്റെ കയ്യിലെ കെട്ടഴിച്ചു. കൈകൾ മുന്നോട്ടാക്കി അതിൽ വിലങ്ങിട്ടു. പക്ഷേ കിട്ടിയ അവസരം മുതലാക്കി ധർമ്മരാജൻ കൈകൾ കൂട്ടിപ്പിടിച്ച് ഒറ്റയടി. തിരുമൂർത്തി ഒന്ന് വട്ടം കറങ്ങി തറയിലേക്ക് ഊർന്നു. അവിടെ കിടന്ന് അയാൾ അലറി. തല്ലിപ്പെട്ടടാ ആ പട്ടിയെ! കണ്ടെയ്നർ സാബു ഉൾപ്പെടെ ചുറ്റും നിന്നവർ ഒന്നിച്ച് ധർമ്മരാജനെ ആക്രമിച്ചു. അയാൾ പോലീസ് ജീപ്പിൽ ഉരഞ്ഞ് താഴേക്ക് വീണു. മറ്റുള്ളവർ വീണ്ടും അയാളെ വലിച്ചുയർത്തി ജീപ്പിൽ ചാരി നിർത്തി. ചത്ത കോഴിയുടേതുപോലെ അയാളുടെ ശിരസ് താഴേക്ക് തൂങ്ങി. ലെനിൻ, ഒരു നിമിഷം! മറ്റുള്ളവരെ മാറ്റി SI സക്കറിയ ധർമ്മരാജന്റെ മുന്നിലെത്തി. കുറച്ച് ദിവസമായി സാറിന് തരാൻ വച്ചിരുന്നതാ ഇത്, പറഞ്ഞുകൊണ്ട് അയാൾ ധർമ്മരാജന്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് തല വലിച്ചുയർത്തി. അയാളുടെ വായിൽ നിന്ന് ഉമിനീരും ചോരയും കൂടിക്കുഴഞ്ഞ് നെഞ്ചിലേക്ക് ഒഴുകി വീണു. അടഞ്ഞ കണ്ണുകൾ. സാറിതൊന്ന് തുറന്നേ. ധർമ്മരാജൻ പണിപ്പെട്ട് കണ്ണുകൾ തുറന്നു. സക്കറിയ കൈ വീശി ആ കവിളത്തൊന്ന് പൊട്ടിച്ചു. പിന്നെ അറ്റൻഷനായി നിന്ന് ഒരു സല്യൂട്ട്. സാറിന് ജീവിതത്തിൽ അവസാനം കിട്ടുന്ന സല്യൂട്ടായത്, എന്റെ വക. ധർമ്മരാജന്റെ നാവിൽ നിന്ന് ചില വാക്കുകൾ അടർന്നു. നീ നീ അനുഭവിക്കും. ഓ, സന്തോഷം. ധർമ്മരാജൻ സാറേ, ഇതുകൂടി കേട്ടോ, ലെനിൻദാസ് പറഞ്ഞു. സുനന്ദയെ ശർക്കര പാനിയിലിട്ട് കൊന്നത് ഞാനാ. അവളുടെ ശരീരം നിങ്ങൾ പറഞ്ഞതുപോലെ മന്നവൻ ചോലയിലെ ചെക്ക് ഡാമിൽ ഒരു നിധിയായി കിടപ്പുണ്ട് താനും. അതിനി അവിടെ തന്നെ കിടക്കും, കൂട്ടിന് താനും ഉണ്ടാകും. ലെനിൻ ഒന്ന് നിർത്തി. പൊടുന്നനെ അവന്റെ സെൽഫോൺ ശബ്ദിച്ചു. അവൻ അറ്റൻഡ് ചെയ്തു. 1 മിനിറ്റ് സംസാരം. ഫോൺ പോക്കറ്റിലിട്ട് ലെനിൻ തിരിഞ്ഞു. ധർമ്മരാജൻ സാറേ, ചന്ദനമുട്ടി റെഡി. പക്ഷേ എരിഞ്ഞടങ്ങും മുമ്പ് നിങ്ങൾക്ക് ചിലതുകൂടി എനിക്ക് പറഞ്ഞു തരേണ്ടി വരും. സുനന്ദയുടെ കേസ് എത്രത്തോളമായെന്ന്, നിങ്ങൾ ഏതറ്റം വരെ പോയി, എന്തൊക്കെ ശേഖരിച്ചെന്ന്, അതെല്ലാം ഇന്ന് രാത്രി ഇല്ലാതാക്കേണ്ടതാണ്. ഫൂ! ധർമ്മരാജൻ കാറി തുപ്പി. കട്ടച്ചോര. എന്നെ കൊന്നാലും ഒന്നും ഞാൻ പറയില്ല. നീയൊക്കെ കുടുങ്ങും. അതിനുള്ള തെളിവുകൾ ഭദ്രമായുണ്ട്. ഓഹോ! ലെനിൻ പുച്ഛിച്ചു. ക്വാർട്ടേഴ്സിൽ നിന്നും തന്റെ അമ്മയും പെങ്ങളും വരും തന്റെ ചിതയ്ക്ക് മുന്നിൽ. തീ കൊളുത്തും മുമ്പ് അവരെ ഞങ്ങൾ പിച്ചി ചീന്തും. അപ്പോ നീ പറയും, ഞാൻ പറയിപ്പിക്കും. ലെനിൻ വെട്ടിത്തിരിഞ്ഞു. മൂർത്തി, ഇവനെ പോലീസ് ജീപ്പിൽ തന്നെ കയറ്റിക്കൊണ്ടുപോരെ. പിന്നെ ക്വാർട്ടേഴ്സിൽ പോയി ഇവന്റെ അമ്മയും പെങ്ങളെയും പൊക്കാനും നമ്മുടെ പിള്ളേരോട് പറ. ശരി മുതലാളി. തിരുമൂർത്തി ഒരു ചാക്കുകെട്ട് ഉയർത്തും പോലെ ധർമ്മരാജനെ എടുത്ത് പോലീസ് ജീപ്പിന് പിന്നിലിട്ടു. പിന്നിലെ പടുതയും അടിച്ചു വീഴ്ത്തി. മൂർത്തിക്കൊപ്പം ASI സക്കറിയും കയറി. സുമോവാനുകൾ തിട്ട തകർത്തുകൊണ്ട് കരിമ്പൻ തോട്ടത്തിലേക്ക് ഇടിച്ചു കയറ്റി തിരിച്ചു. മുന്നിൽ പോലീസ് ജീപ്പും അതിനു പിന്നിൽ വാനുകളും. വാഹനങ്ങൾ കോവിൽ കടവിലെത്തി ഇടത്തേക്ക് തിരിഞ്ഞു. മിന്നൽ പോലെ പാഞ്ഞു.
റോഡ് തീർത്തും വിജനം. കരിമ്പിൻ തോട്ടങ്ങൾക്ക് നടുവിലൂടെ തിരുമൂർത്തി ഒരു കളിപ്പാട്ടം കണക്കെ പോലീസ് ജീപ്പ് പായിച്ചു. മഞ്ഞിന്റെ നേർത്ത പാളികളെ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചം പിളർത്തി അകറ്റിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ASI സക്കറിയ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ജീപ്പിന്റെ പ്ലാറ്റ്ഫോമിൽ വേട്ടയാടപ്പെട്ട മൃഗത്തെ പോലെ SI ധർമ്മരാജൻ. അയാൾ എന്തോ അവ്യക്തമായ ഭാഷയിൽ പറഞ്ഞു. സക്കറിയ കടപ്പല്ലമർത്തി. ധർമ്മരാജൻ സാറേ, ചുണ്ടനക്കി ഞങ്ങൾ മുടിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കല്ലേ. ഇതുവരെ തന്റെ അണ്ണാക്കിൽ ഞങ്ങളൊന്നും കുത്തി കയറ്റിയിട്ടില്ല, ഇനി അതും കൂടി ചെയ്യിക്കല്ലേ. ധർമ്മരാജൻ വല്ല വിധേനയും മുഖം തിരിച്ചു. എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ വീണ്ടും ഒരു കവിൾ ചോര കൂടി പുറത്തേക്ക് ചാടി. ജീപ്പ് മറയൂർ ഹയർ സെക്കൻഡറി സ്കൂളിനടുത്തുള്ള വളവ് ചുറ്റിത്തിരിഞ്ഞ് പോലീസ് സ്റ്റേഷൻ വഴി പോകാതെ ടൗണിലേക്ക് പാഞ്ഞു. 3 മിനിറ്റുകൾ കൊണ്ട് മറയൂർ ചിന്നാർ റോഡിലെത്തി. പെട്രോൾ പമ്പിന്റെ പരിസരത്തു നിന്നും 3 വാഹനങ്ങളും വലത്തേക്ക് വെട്ടിത്തിരിഞ്ഞു. പൊള്ളാച്ചിയിൽ നിന്നും ലോഡ് കയറ്റി വന്ന ഒരു ലോറി റോഡ് വലിച്ചു കീറുന്ന ഒച്ചയിൽ മൂന്നാർ ഭാഗത്തേക്ക് പോയി. പോലീസ് ജീപ്പ് കരിമുട്ടിയും പിന്നിട്ട് ആലാംപെട്ടി കോളനിയിലേക്ക് തിരിയുന്ന റോഡിനടുത്ത് നിർത്തി. പിന്നിൽ നിന്നും വന്ന സുമോ വാനുകളിൽ കറുത്തത് ജീപ്പിന് സമാന്തരമായി നിന്നു. പിന്നാലെ പോരെ, ലെനിൻദാസ് തിരുമൂർത്തിയോട് പറഞ്ഞു. ഒപ്പം കറുത്ത സുമോ മുന്നിലും വെളുത്തത് പിന്നിലും, നടുവിൽ പോലീസ് ജീപ്പുമായി മുന്നോട്ട്. 2 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ കൊടും വളവിൽ വാഹനങ്ങൾ നിന്നു. സുമോയിൽ ഉണ്ടായിരുന്നവർ ആദ്യമിറങ്ങി. അവനെ പൊക്കിക്കോ, ലെനിന്റെ കൽപ്പന. ആ സംഘം ജീപ്പിന്റെ പിന്നിലെത്തി പടുത ഉയർത്തി മേലേക്കിട്ടു. പിന്നെ SI ധർമ്മരാജനെ വലിച്ചിറക്കി. മൂർത്തി, ഈ ജീപ്പ് ഇവിടെ കിടക്കണ്ട. ശരി മുതലാളി. സക്കറിയെ ഇറക്കിയ ശേഷം മൂർത്തി ജീപ്പ് തിരിച്ച് റോഡിന്റെ വലത് ഭാഗത്തെ വക്കിലേക്ക് മാറ്റി നിർത്തി. താഴെ അഗാധമായ കൊക്ക. നേർത്ത നാട്ടുവെളിച്ചത്തിൽ അത് പാതാളം പോലെ തോന്നിച്ചു. ഹെഡ്ലൈറ്റുകൾ ഓഫ് ചെയ്യാതെ, എഞ്ചിൻ നിർത്താതെ മൂർത്തി ഇറങ്ങി. കണ്ടെയ്നറെ, അയാൾ വിളിച്ചു. ആ വിളിയുടെ അർത്ഥം മനസ്സിലാക്കിയ കണ്ടെയ്നർ സാബുവും വേറെ 2 പേരും ജീപ്പിന് പിന്നിലെത്തി. മൂവരും ചേർന്ന് ഒറ്റത്തള്ള്. ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞു. മരക്കുമ്പോൾ ഒടിയുന്ന ശബ്ദം. വൃക്ഷങ്ങൾക്കിടയിലൂടെ ജീപ്പിന്റെ വെളിച്ചം കറങ്ങി തിരിഞ്ഞ് താഴേക്ക് പോയി, ജലത്തിലേക്ക് താഴുന്നത് പോലെ. പിന്നെ അതും കണ്ടില്ല. പോകാം, കൈകൾ ഒന്ന് തട്ടിക്കുടഞ്ഞിട്ട് തിരുമൂർത്തി പറഞ്ഞു. ആ സംഘം പാറകളിൽ ചവിട്ടി ചെറിയ ചോലയിലൂടെ വനത്തിലേക്ക് കയറിപ്പോയി. തന്റെ അന്ത്യം അടുത്തെന്ന് ധർമ്മരാജന് വ്യക്തമായി. പക്ഷേ മിണ്ടിയില്ല. 10-20 മിനിറ്റോളം യാത്ര ചെയ്ത് അവർ ഒരു പരന്ന പാറയുടെ മുകളിലെത്തി. അവിടെ വിറകു കമ്പുകൾ കൂട്ടിയിട്ട് ചെറിയൊരു അഗ്നി ജ്വലിപ്പിച്ചിരുന്നു. അതിനരികിൽ തന്നെ വിറകുകൾ നീളത്തിൽ അടുക്കി ഒരു ശവമഞ്ചവും. തിരുമൂർത്തി പക്ഷി ചിലയ്ക്കും പോലെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. പൊടുന്നനെ വനത്തിൽ കരിയിലകൾ അനങ്ങി. 2 കറുത്ത മനുഷ്യർ പാറപ്പുറത്തെത്തി. എല്ലാം റെഡിയായല്ലോ ചിന്ന? ലെനിൻ തിരക്കി. ആന്ന് മുതലാളി. ലെനിൻ ധർമ്മരാജനെ എടുത്തുകൊണ്ടുവന്നവരെ നോക്കി. നമുക്ക് സമയം വളരെ കുറവാണ്, അവനെ ആ മഞ്ചത്തിലേക്ക് കിടത്തിക്കോ. അവർ ധർമ്മരാജനെ അതിൽ കിടത്തി. ഞൊടിയിടയിൽ ധർമ്മരാജൻ ചാടി എഴുന്നേൽക്കാനാഞ്ഞു. മിന്നൽ പോലെ തിരുമൂർത്തി വെട്ടിത്തിരിഞ്ഞ് ഒരു വിറക് കഷ്ണം എടുത്തതും ഒറ്റയടി ധർമ്മരാജന്റെ കാൽമുട്ടുകൾക്ക് താഴെ. ആ പതിഞ്ഞതാണെങ്കിലും ധർമ്മരാജന്റെ അലർച്ച ചീവിടുകളുടെ ഒച്ചയ്ക്കിടയിൽ അലിഞ്ഞു ചേർന്നു. മര്യാദയ്ക്ക് കിടക്കണം, അല്ലെങ്കിൽ തന്റെ ഓരോ അസ്ഥിയും മരണത്തിന് മുമ്പ് ഞാൻ തല്ലി ഒടിക്കും. മൂർത്തി കൈ ചൂണ്ടി. അഗ്നിയുടെ നിറമുള്ള കണ്ണീർ ധർമ്മരാജന്റെ കണ്ണുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നത് പോലെ മറ്റുള്ളവർക്ക് തോന്നി. അതിനിടയിലും ധർമ്മരാജന്റെ വായിൽ നിന്നും ചില വാക്കുകൾ കൂടി പുറത്തു ചാടി. എന്നെ കൊന്നാലും നീയൊന്നും രക്ഷപ്പെടില്ല. അവൻ വരും, ശിവജി. അവൻ നിനക്കൊക്കെ തരുന്നത് ഇതിനേക്കാൾ വലിയ മരണമായിരിക്കും, ഓർത്തോ. ശിവജി. ആ പേര് കേട്ടതും ഒരു നിമിഷം അവരുടെ മുഖങ്ങളിൽ വിളർച്ച ബാധിച്ചു. വരട്ടെ അവൻ. ഇതുപോലെ ചന്ദനമുട്ടിയിൽ തീർത്ത ഒരു മഞ്ചം ഇപ്പോഴേ ഒരുക്കി വച്ചിട്ടുണ്ട് ഞാൻ, ലെനിൻ വീറോടെ പറഞ്ഞു. പിന്നെ ധർമ്മരാജന്റെ അടുത്തേക്ക് അല്പം കൂടി അടുത്തു. ശവമഞ്ചത്തിലേക്ക് ഇടതുകാൽ ഉയർത്തി ചവിട്ടി. നോക്കൂ ധർമ്മരാജ, മരണത്തിനും ജീവിതത്തിനുമിടയിൽ നിനക്കിനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇപ്പൊ ഞാൻ വിചാരിച്ചാൽ നിനക്ക് ജീവിതത്തിലേക്കുള്ള വാതിൽ തുറന്നു തരാൻ സാധിക്കും. അതുകൊണ്ട് നീ തുറന്നു പറ, സുനന്ദയെക്കുറിച്ച് നീ എന്തൊക്കെ മനസ്സിലാക്കി? ധർമ്മരാജൻ മിണ്ടിയില്ല. തല തിരിച്ച് നരച്ച ആകാശത്തിലേക്ക് നോക്കിക്കിടന്നു. ലെനിൻ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. നിന്റെ അമ്മയും പെങ്ങളും ഏത് നിമിഷവും ഇവിടെ എത്തും. അതോടെ കളി മാറും.
അത് കേട്ട് ധർമ്മരാജൻ ചിരിച്ചു. ചോര പുരണ്ട് ചുവന്ന പല്ലുകൾ. കാക്കിക്ക് ജീവനേക്കാൾ വില കൽപ്പിക്കുന്ന നിന്റെ ഈ ചിരിയുണ്ടല്ലോ, ഇതൊടുക്കത്തേതാ. ഒരു പട്ടി പോലും നിന്നെയും കുടുംബത്തെയും രക്ഷിക്കില്ല. ഇവിടെ ഞാനാ രാജാവ്. എന്റെ ആജ്ഞയാ നടപ്പാവുക. ലെനിൻ, ധർമ്മരാജൻ സാവധാനം വിളിച്ചു. നിന്റെ മരണം ഞാൻ ഇപ്പോഴേ കാണുന്നു. അളിഞ്ഞ തെരുവുനായേക്കാൾ വികൃതമായിട്ട് ഒരിറ്റ് ജലത്തിന് പോലും കൊതിച്ച് ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ എല്ലാ ഫലങ്ങളും ഏറ്റുവാങ്ങി. ചീ, നിർത്തട. അവൻ തിരിഞ്ഞ് ചിന്നനെ നോക്കി. ബാക്കി വിറക് കൂടി അഴിക്കോടാ. ചിന്നനും കൂട്ടാളിയും ചേർന്ന് ധർമ്മരാജന്റെ ശരീരത്തിന് മീതെയും വിറകടുക്കി തുടങ്ങി. ശിരസിന്റെ ഒരു ഭാഗം മാത്രം ബാക്കി വെച്ചു. ചിത കത്തിക്കുമ്പോ ശരീരത്തിൽ ബന്ധനങ്ങളൊന്നും പാടില്ലെന്ന നിയമവും തന്റെ കാര്യത്തിൽ ഞാൻ ബാക്കി വെക്കുകയാ ധർമ്മരാജ. നിന്റെ കയ്യിൽ കിടക്കുന്ന വിലങ്ങ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നീ എരിഞ്ഞു തീരുമ്പോൾ ഊരി വീഴുന്ന ആ വിലങ്ങാണ് നിന്റെ അവശിഷ്ടങ്ങൾ ഒന്നും ബാക്കിയില്ലെന്നതിന് എനിക്ക് കിട്ടുന്ന തെളിവ്. പെട്ടെന്ന് ലെനിന്റെ സെൽഫോൺ ശബ്ദിച്ചു. അവൻ അതെടുത്ത് കാതോട് ചേർത്തു. റേഞ്ച് വളരെ കുറവായതിനാൽ വിട്ടുവിട്ട് കേൾക്കുന്ന സംസാരം. മുതലാളി, ക്വാർട്ടേഴ്സിൽ എസ്ഐയുടെ അമ്മയും പെങ്ങളും ഇല്ല. അത് അടച്ചു പൂട്ടിയിരിക്കുക. ഏ? ലെനിന് അത് വിശ്വസിക്കാനായില്ല. ഫോൺ പോക്കറ്റിൽ ഇട്ടിട്ട് അവൻ കോപത്തോടെ ധർമ്മരാജന്റെ മുഖത്ത് ആഞ്ഞു ചവിട്ടി. നീ എവിടെ ഒളിപ്പിച്ചടാ അവരെ? ധർമ്മരാജന്റെ മൂക്കിൽ നിന്നും 2 ചോരത്തുള്ളികൾ മീശയിലേക്ക് പടർന്നു. നിനക്ക് കിട്ടില്ല അവരെ. ലെനിൻ സക്കറിയയെ നോക്കി. സാറിനറിയാമോ ഇവന്റെ അമ്മയും പെങ്ങളും എവിടെ കാണുമെന്ന്? സക്കറിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. ഇല്ല ലെനിൻ, ഞങ്ങൾ പുറപ്പെടുമ്പോഴും അവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു, എനിക്ക് ഉറപ്പാ. എങ്കിൽ അവര് മറയൂർ വിട്ട് പോയിരിക്കില്ല. നമുക്ക് പോക്കാം. ചിന്ന, ഇവന്റെ തലയ്ക്ക് മീതെ വിറകടിക്കോ. നിമിഷത്തിനുള്ളിൽ ധർമ്മരാജന്റെ ശിരസിനു മീതെയും വിറകെടുക്കപ്പെട്ടു. ഓരോ കൊലപാതകങ്ങളും എനിക്ക് ഓരോ അനുഭവങ്ങളാണ്. ലെനിൻ പാറപ്പുറത്ത് കത്തിക്കൊണ്ടിരുന്ന ഒരു വിറകെടുത്ത് മൂർത്തിക്ക് നീട്ടി. ചെകുത്താൻ ബാധിച്ച ഈ പോലീസ് പട്ടിയുടെ വൃത്തികെട്ട ആത്മാവിന് മോക്ഷം കൊടുത്തേരെ. തിരുമൂർത്തി ആ വിറക് വാങ്ങി. പിന്നെ അരയിൽ നിന്നും ഒരു പൈന്റ് കുപ്പി റം എടുത്ത് കടിച്ചു തുറന്നു. അടപ്പ് ചിതയ്ക്ക് മീതെ തുപ്പി. പിന്നെ ഒരു കവിൾ കുടിച്ചിട്ട് ബാക്കി വിറകിൽ തളിച്ചു. ചിതയ്ക്കുള്ളിൽ നിന്ന് ധർമ്മരാജന്റെ ശബ്ദം കേട്ടു. സക്കറിയെ, പോലീസ് യൂണിഫോം അണിഞ്ഞ് എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്ന നീയുണ്ടല്ലോ, ഒരിക്കൽ ഇതിന് നീ കനത്ത വില നൽകും. അന്നു നീ എന്നെ കുറിച്ച് ഓർക്കും. സക്കറിയുടെ ശരീരത്തിൽ അറിയാതെ ഒരു വിറയലുണ്ടായി. മരിക്കാൻ നേരത്തും ശത്രുവിനോട് ദയയ്ക്ക് വേണ്ടി യാചിക്കാതെ ചങ്കൂറ്റത്തോടെ കിടക്കുന്ന മനുഷ്യൻ. തിരുമൂർത്തി ചിതയുടെ കാൽഭാഗത്തേക്ക് തീ പിടിച്ച് വിറകു നീട്ടി. ചിലന്തി വലയിൽ എന്നവണ്ണം മദ്യം വീണ ഭാഗത്ത് നീലജ്വാലകൾ പാഞ്ഞുപോയി. ചിതയ്ക്കുള്ളിൽ നിന്ന് ഒരു ഞരക്കം അവർ കേട്ടു. അടുത്ത നിമിഷം തിടുക്കത്തിൽ കരിയിലകൾ ഞെരിയുന്ന ശബ്ദം. ലെനിനും പാർട്ടിയും ഞെട്ടിത്തിരിഞ്ഞ് വനത്തിന്റെ ഇരുളിലേക്ക് തുറച്ചു നോക്കി. പെട്ടെന്ന് ആ ശബ്ദം നിലച്ചു. മൂർത്തി! ലെനിൻ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. മൂർത്തിയുടെ കൈപ്പടം അരയിലിരിക്കുന്ന കത്തിയിലേക്ക് നീണ്ടു. പൊടുന്നനെ തേനീച്ച മുരളും പോലെ ഒരു ശബ്ദം. ഹാ! മലമടക്കുകളെ വിറപ്പിക്കുന്ന ഒരലർച്ച. ഞെട്ടലോടെ അവർ മുന്നിലെ കാഴ്ച കണ്ടു. ധർമ്മരാജന് ചിതയൊരുക്കിയ ചിന്നൻ അതിനു മീതെ കമിഴ്ന്നു വീഴുന്നു. ചെത്തുമിനുക്കിയ ഒരമ്പ് ചിന്നന്റെ പുറത്ത് തുളഞ്ഞിറങ്ങിയിരിക്കുന്നു. അതിന്റെ അഗ്രം അപ്പോഴും നിന്ന് വിറയ്ക്കുന്നു. മൂർത്തി! ലെനിൻ എന്തോ പറയാനായി വാ തുറന്നു. അടുത്ത നിമിഷം 4 ഭാഗത്തു നിന്നും അസ്ത്രങ്ങൾ ചീറിയെത്തി. ഓടിക്കോടാ! പറഞ്ഞതും ലെനിൻ ഇരുളിലൂടെ മുന്നോട്ട് കുതിച്ചു. പ്രാണഭയത്തോടെ ഓടുന്ന കാട്ടുമൃഗങ്ങളെപ്പോലെ. എഎസ്ഐ സക്കറിയ ഒന്ന് പകച്ചിട്ടാണ് മറ്റുള്ളവർക്ക് പിന്നാലെ ഓടിയത്. അടുത്ത സെക്കൻഡിൽ തന്റെ പൃഷ്ഠത്തിൽ ഒരു തീയുണ്ട കയറിയതുപോലെ അയാൾ അലറിക്കരഞ്ഞു മുന്നോട്ട് മറഞ്ഞു. പാറപ്പുറത്തു നിന്ന് താഴേക്ക് ഒരു മരത്തിൽ ചെന്നിടിച്ച് അയാൾ ചോലയിലേക്ക് വീണു. ഒപ്പമുണ്ടായിരുന്നവരിൽ ആരോ അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് താഴെ റോഡിലേക്ക് വലിച്ചിഴച്ചു. തന്റെ പിൻഭാഗത്ത് ഒരമ്പു തറഞ്ഞിരിപ്പുണ്ടെന്ന് സക്കറി അറിഞ്ഞു. ചിതയ്ക്ക് മുകളിൽ ചിന്നൻ വല്ല വിധനയും എഴുന്നേറ്റു. പിന്നോട്ട് കൈകടത്തി അമ്പു വലിച്ചൂരിയെടുക്കാനുള്ള അവന്റെ ശ്രമം പരാജയപ്പെട്ടു. പെട്ടെന്ന് ആരോ അത് വലിച്ചൂരി. ചിന്നൻ ഞെട്ടിത്തിരിഞ്ഞു. പിന്നിൽ 4-5 പേർ. കൈകളിൽ വില്ലും തോളിൽ മുള കൊണ്ടുണ്ടാക്കിയ ആവനാഴിയും അതിൽ അമ്പുകളും. നിനക്ക് മരിക്കണോ? കൂട്ടത്തിൽ നേതാവെന്ന് തോന്നിക്കുന്നവന്റെ ഗർജനം. വേണ്ട, വേണ്ട! ചിന്നൻ നിലവിളിച്ചു. നേതാവ് അണിചരക്കിന് നേരെ ഒരാംഗ്യം കാണിച്ചു.
ഞൊടിയിടയിൽ അവർ കത്തുന്ന വിറകുകൾ തള്ളിക്കളഞ്ഞ് SI ധർമ്മരാജന്റെ ശരീരം വലിച്ചുയർത്തി നേരെ നിർത്തി. പക്ഷേ കാലുകളിൽ അടിയേറ്റതിനാൽ ധർമ്മരാജൻ വീഴാൻ ഭാവിച്ചു. ഒരാൾ അയാളെ താങ്ങി. ധർമ്മരാജന് ഒന്നും മനസ്സിലായില്ല. പണിപ്പെട്ട് കണ്ണുകൾ തുറന്ന് അയാൾ മുന്നിൽ നിൽക്കുന്നവരെ തുറച്ചു നോക്കി. കറുത്ത മുണ്ടും ഉടുപ്പും ധരിച്ചവർ, ഇരുൾക്കട്ടകൾ പോലെ. ആരാ? അയാൾ മന്ത്രിക്കും പോലെ തിരക്കി. പറയാം. നേതാവ് ഒറ്റ ചവിട്ടിന് ചിന്നനെ ചിതയിലേക്ക് മറിച്ചു. എന്നെ കൊല്ലല്ലേ! തീ പിടിച്ച വിറകിൽ കിടന്ന് ചിന്നൻ പാമ്പിനെ പോലെ പിടഞ്ഞു. നേതാവ് അവന്റെ നെഞ്ചിൽ കാലമർത്തി. ലെനിനു വേണ്ടി ചിതയൊരുക്കുന്നവനല്ലേ നീ? സ്വയം ഒരുക്കുന്ന ചിതയിൽ കിടന്ന് മരിക്കുന്നതും ഒരു ഭാഗ്യമാടാ. ചിന്നൻ പിടഞ്ഞുകൊണ്ടിരുന്നു. ഇനി ഞാൻ ലെനിനു വേണ്ടി ഒന്നും ചെയ്യില്ല. എന്നെ കൊല്ലല്ലേ! നേരാണോ? ഈ കാടാണ് സത്യം. എങ്കിൽ ഇനി നിന്നെ മറയൂരിൽ കണ്ടുപോകരുത്. ഇല്ല, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. അമർത്തി മൂളിക്കൊണ്ട് അവൻ കാലുമാറ്റി. ചിന്നൻ ചിതയിൽ നിന്നും പാറപ്പുറത്തേക്ക് ചാടി ഒറ്റയോട്ടം. താഴെ റോഡിൽ വാഹനങ്ങൾ സ്റ്റാർട്ടായി. അവ പാഞ്ഞു പോകുന്ന ഒച്ച ഇരുളിന്റെ നിശബ്ദതയെ പിളർന്നു. നമുക്ക് പോകാം സർ. ആ സംഘം ധർമ്മരാജനെ താങ്ങി പിടിച്ചുകൊണ്ട് വനത്തിൽ ഏതോ വഴിക്ക് പോയി. പിറ്റേന്ന് പ്രഭാതം. മീനാക്ഷി അമ്മയ്ക്കും ദുർഗയ്ക്കും രാത്രി കാവലിന് ധർമ്മരാജൻ നിയോഗിച്ചിരുന്ന കോൺസ്റ്റബിൾ പ്രഭാകരനും മറ്റൊരാളും മുറ്റത്തിറങ്ങി നിന്ന് ചുറ്റും നോക്കി. കനത്ത മഞ്ഞല്ലാതെ മറ്റൊന്നും കാണാനില്ല. പ്രഭാകരൻ ഒരു സിഗരറ്റ് കത്തിച്ചിട്ട് മറ്റൊരെണ്ണം കൂട്ടുകാരനും കൊടുത്തു. ഒന്ന് പുകയ്ക്ക് ദേവസി. മുടിഞ്ഞ തണുപ്പ്. മഫ്ലർ ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് ദേവസി കൈകൾ കൂട്ടിത്തിരുമ്മി. പിന്നെ സിഗരറ്റ് വാങ്ങി. ധർമ്മരാജൻ സാറിന് വിളിക്കാം. പ്രഭാകരൻ സെൽഫോൺ എടുത്ത് SIയുടെ നമ്പറിലേക്ക് കോൾ അയച്ചു. പക്ഷേ സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ് കിട്ടിയത്. പ്രഭാകരൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു. അവിടെ ആരോ ഫോൺ എടുത്തു. ഞാൻ പ്രഭാകരനാ. ധർമ്മരാജൻ സാർ എവിടെയാ? അയാൾ തിരക്കി. അപ്പോ താനൊന്നും അറിഞ്ഞില്ലേ? മറപുറത്തു നിന്നും ചോദ്യം. പ്രഭാകരന്റെ പുരികം ചുളിഞ്ഞു. ഇല്ല, എന്താ? ഇന്നലെ രാത്രി ധർമ്മരാജൻ സാറും സക്കറിയ സാറും സഞ്ചരിച്ച ജീപ്പ് മറിഞ്ഞു. എവിടെ? ആലാമ്പെട്ടിക്കടുത്ത്. എന്നിട്ട്? ശ്വാസം മുട്ടുന്ന പോലെ തോന്നി പ്രഭാകരന്. ധർമ്മരാജൻ സാറിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. സക്കറിയ സാറ് ഇവിടെ മണ്ണാരപ്പെട്ടിയിലെ ശാന്ത ഹോസ്പിറ്റലിലുണ്ട്. ബാക്കി കേൾക്കാൻ കഴിഞ്ഞില്ല പ്രഭാകരന്. കാതുകൾ കൊട്ടിയടക്കപ്പെട്ടതുപോലെ മരവിച്ച് ഏതാനും നിമിഷങ്ങൾ നിന്നുപോയി പ്രഭാകരൻ. എന്താടോ? ദേവസിയുടെ ശബ്ദമാണ് അയാളെ ഉണർത്തിയത്. പ്രഭാകരൻ കാര്യം പറഞ്ഞു. നമുക്ക് ഉടനെ പോകാം. പിന്നിൽ വാതിൽ തുറക്കുന്ന ശബ്ദം. ഇരുവരും തിരിഞ്ഞു നോക്കി. 2 ഗ്ലാസ് കാപ്പിയുമായി ദുർഗ നിൽക്കുന്നു. പ്രഭാകരനും ദേവസിയും പരസ്പരം നോക്കി. പിന്നെ സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞിട്ട് ഇരുവരും ചെന്ന് കാപ്പി വാങ്ങി. ചുക്കും ഏലക്കയും ചേർത്ത കരിപ്പെട്ടി കാപ്പി. നല്ല ചൂടുണ്ടായിരുന്നിട്ടും ഇരുവരും ഒറ്റ വലിക്ക് അത് അകത്താക്കി. ദുർഗ അതുകൊണ്ട് മിഴിച്ചു നിന്ന് പോയി. അവർ ഗ്ലാസുകൾ തിരിച്ചു നൽകി. ഞങ്ങൾ പോകുന്നു. മറ്റൊന്നും പറയാതെ അവർ ഇരുവരും റോഡിലേക്ക് നടന്നു. കുന്നിറങ്ങി ഒരു വാഹനം വരുന്നതിന്റെ ഒച്ച കേട്ടു. അല്പം കഴിഞ്ഞ് മഞ്ഞ ലൈറ്റുകളും കണ്ടു. ഒരു ജീപ്പ്. അവർ അത് കൈകാണിച്ചു നിർത്തി. മറയൂരിന് ഓട്ടം പോകുന്ന ജീപ്പായിരുന്നു അത്. ഇരുവരും അതിൽ കയറി. അപ്പോൾ ശാന്ത ഹോസ്പിറ്റലിന്റെ 2ാം നിലയിലെ ഒരു മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നു SI സക്കറിയും ലെനിൻദാസും തിരുമൂർത്തിയും. ഇപ്പോഴെങ്ങനുണ്ട് സാറേ? ലെനിൻ തിരക്കി. ശരീരം മുഴുവൻ ഒടിഞ്ഞു ചതഞ്ഞതുപോലെയുള്ള വേദനയാ. സക്കറിയ ബുദ്ധിമുട്ടി സംസാരിച്ചു. ചന്തിക്ക് അമ്പു കൊണ്ട ഭാഗത്ത് ഇപ്പോഴും എന്തോ ഇരിക്കുന്നത് പോലെ. ലെനിൻ ശിരസിളക്കി. പിന്നെ തിരുമൂർത്തിയെ നോക്കി. പണ്ടൊക്കെ ഇവിടെ അമ്പുപയോഗിച്ച് വേട്ടയാടുന്നവർ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഇങ്ങനെയൊന്ന് കേട്ടിട്ട് തന്നെ കാലമേറെയായി. ആരായിരിക്കും മൂർത്തി അവര്? പട്ടാവടയിലും കൊവൂരിലൊക്കെ ഒരാചാരമായി ഇപ്പോഴും പ്രാര്യവട്ടം നടത്തുന്നുണ്ട്. പക്ഷെ ഇത്... മൂർത്തി ചിന്തയോടെ മീശത്തുമ്പ് മേലേക്ക് പിരിച്ചു. കണ്ടുപിടിക്കാം. ഏത് വനത്തിൽ അവന്മാർ ഒളിച്ചിരുന്നാലും അവരെ ഞാൻ പുറത്തു കൊണ്ടുവരും മുതലാളി. അയാൾ തീർത്ത് പറഞ്ഞു. അവിടെ വെച്ച് സംഭവം നടന്നതിനാൽ കരുമുട്ടിയിലെയോ ആലാമ്പെട്ടിയിലെയോ ചമ്പക്കാടിലെയോ കോളനിക്കാർക്ക് ഒരുപക്ഷെ എന്തെങ്കിലും വിവരം തരാൻ സാധിച്ചേക്കും. ആ വഴിക്ക് അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. പക്ഷെ ആ ധർമ്മരാജൻ ചത്തോ ഉണ്ടോ? എത്രയും വേഗം അതറിയണം. ലെനിനെ, അയാൾ ചത്തെന്ന് കേൾക്കാതെ നമ്മൾക്ക് ആർക്കും മനസമാധാനം കിട്ടത്തില്ല. മറക്കണ്ട. വേദന കടിച്ചമർത്തി സക്കറിയ പറഞ്ഞു. സാറ് പേടിക്കണ്ട. ഇന്ന് പകൽ അവസാനിക്കും മുമ്പ്
നമ്മൾ ധർമ്മരാജനെ കണ്ടെത്തിയിരിക്കും. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൊന്നിരിക്കും. ലെനിൻ എഴുന്നേറ്റു. ആര് ചോദിച്ചാലും ഞാൻ പറഞ്ഞതുപോലെ പറയാവൂ. ധർമ്മരാജൻ സാറ് നിങ്ങളെ ജീപ്പിൽ കയറ്റി ചിന്നാറിലേക്ക് പോയി. എന്തിനു പോവുകയാണെന്ന് പറഞ്ഞില്ല. എതിരെ ഒരു ലോറി വന്നപ്പോ ഇടതുഭാഗത്ത് ഇടമില്ലാത്തതിനാ ധർമ്മരാജൻ സാറ് വലത്തേക്ക് വെട്ടിച്ചു. അങ്ങനെ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞു. അതിനിടെ സക്കറിയ സാറ് തെറിച്ചുപോയി. ഒരു മഴക്കൊമ്പിൽ തൂങ്ങി താഴേക്ക് വീണു. അങ്ങനെയാണ് മുറിവുകൾ ഉണ്ടായത്. വല്ല വിധനയും വലിഞ്ഞിഴഞ്ഞ് റോഡിലേക്ക് കയറുമ്പോ എന്റെ വാഹനം ആ വഴി വന്നു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. മനസ്സിലായോ? ആയി. എങ്കിൽ പിന്നെ വരാം. ലെനിനും തിരുമൂർത്തിയും ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നു. മൂർത്തി സുമോയുടെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. എതിർഭാഗത്ത് ലെനിനും. ഡോറുകൾ അടഞ്ഞു. ഇനിയിപ്പോ നമുക്ക് മറഞ്ഞു കഴിയേണ്ട കാര്യമില്ല മൂർത്തി. ധർമ്മരാജനെ കണ്ടെത്തും വരെ ഒന്നും പേടിക്കുകയും വേണ്ട. നമുക്കെതിരായ യാതൊരു തെളിവും പോലീസ് സ്റ്റേഷനിൽ ഇല്ലതാനും. ലെനിൻ ചിരിച്ചു. തലയാട്ടിക്കൊണ്ട് മൂർത്തി സുമോ സ്റ്റാർട്ട് ചെയ്തു. അത് റോഡിലേക്ക് ഇറങ്ങി വലത്തേക്ക് തിരിയാനാഞ്ഞു. പെട്ടെന്ന് എതിർദിശയിൽ വന്ന ഒരു ട്രെയിലർ പിടിപ്പിച്ച ട്രാക്ടർ വെട്ടിത്തിരിഞ്ഞ് സുമോയുടെ വഴി തടഞ്ഞു. കഴിവോടെ മോനേട്ടാ! അലറിക്കൊണ്ട് മൂർത്തി ബ്രേക്ക് പെഡലിൽ ആഞ്ഞു ചവിട്ടി. ടയറുകൾ തറയിൽ ഒരിഞ്ഞ് സുമോ നിന്നു. അടുത്ത നിമിഷം ട്രാക്ടറിന്റെ ഡ്രൈവർ സീറ്റിൽ നിന്നും ഒരാൾ ചാടി ഇറങ്ങി. അയാൾ ലെനിന് നേരെ പാഞ്ഞടുത്തു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഒരു വോയിസിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം. ഇനി അങ്ങനെ വരാതെ നോക്കാം. നന്ദി.